7 ലക്ഷം രൂപ വരെ വണ്ടിക്ക് ലോൺ കിട്ടുന്നുണ്ടോ? ചോദിക്കുന്ന റേറ്റ് 6.30 മനസ്സിലാവുന്നുണ്ടായിരുന്നു. നല്ല വണ്ടി അല്ല, മൊത്തത്തിൽ ഒരു എന്തൊരു ആനച്ചന്ത ഉണ്ട് വണ്ടി ചെയ്താണ്. ആണല്ലേ? 4,70,000 470 ചോദിക്കുന്ന റേറ്റ്. ഫുൾ ലോൺ കൊടുക്കാൻ പറ്റിയ വണ്ടി, ലോ ബഡ്ജറ്റ് പോളോ. നമസ്കാരം, ഞാൻ അഭി. പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ ഉള്ളത് മലപ്പുറം ജില്ലയിൽ പുത്തനത്താണി തിരൂർ റോഡിലായിട്ടുള്ള സൺ യൂസ്ഡ് കാർസിലാണ്. മുന്നേ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഏകദേശം 90-ന്റെ അടുത്ത് വണ്ടികളുണ്ട്. 3-4 എപ്പിസോഡായിട്ടായിരിക്കും ഓരോ വണ്ടികൾ കാണിക്കുന്നുണ്ടാവും. അപ്പം ഓരോ വണ്ടികൾ പരിചയപ്പെട്ട് തുടങ്ങാം. സോ മൂവിംഗ് ടു ദ വീഡിയോ. 2009 മോഡല്, പഴയ 1.1 ലിറ്റർ വാഗണർ അല്ലേ? ഫസ്റ്റ് ഓണർ വണ്ടിയാണ്. ഫുൾ കമ്പനി സർവീസ് കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടിയാണ്. 2009 അതിനെ കൊണ്ട് 2024 വരെ ആയിരിക്കും പേപ്പർ ഉണ്ടാവും. പുതിയ നമുക്ക് പേപ്പർ എടുത്ത് കൊടുക്കാം. പുതിയ റിന്യൂവൽ നിങ്ങൾ കൊടുക്കും അല്ലേ? എല്ലാം ആഫ്റ്റർ മാർക്കറ്റ് ചെയ്തിട്ടുണ്ട്. AC പവർ സ്റ്റിയറിംഗ്, ഫ്രണ്ട് ടു ഡോർ പവർ വിൻഡോസ് ആയിരിക്കും. അല്ല, ഫ്രണ്ട് ടു ഡോർ പവർ വിൻഡോസ് വരുന്നില്ല. LXI ആണ്. ഫസ്റ്റ് ഓണർ വണ്ടിയാണ്. ഫുൾ കമ്പനി സർവീസ് ഉള്ള വണ്ടി. 90,000 കിലോമീറ്റർ ഓടിക്കണേ. ഓക്കെ. സർവീസും കാര്യങ്ങളും റീപ്ലേസ് എന്തെങ്കിലും കാര്യമായിട്ട് എത്ര റേറ്റ് എത്ര ചോദിക്കുന്നത്? 2009 വാഗണർ പുതിയ റിന്യൂവലില് 29 പുതിയ പേപ്പറിലാണെങ്കിൽ 1.5 ലക്ഷം രൂപയ്ക്ക് പുതിയ പേപ്പർ നിങ്ങൾ എടുത്തു കൊടുക്കും. അല്ലെങ്കിൽ അതിന്റെ പൈസ കുറച്ച് 40 ആ റേഞ്ചിൽ തന്നെ കൊടുക്കാം. ശരി, അടുത്തത് ഇത് 2010-11 രജിസ്റ്റർ ഉള്ള വണ്ടിയാണ്. ഓക്കെ. വാഗണർ ഫ്രണ്ട് ഗ്ലാസ് ബോണറ്റൊക്കെ മാറിയാണ്. ഇത് നമ്മൾ ആവശ്യപ്പെടുന്നത് 1.85. 2011 രജിസ്റ്റർ ഉള്ള വണ്ടി. 10-11 കിലോമീറ്റർ ഓടിയിട്ടുണ്ടാവും. കിലോമീറ്റർ ഓടിക്കണ 75,000 കിലോമീറ്റർ. മെയിൻ ഗ്ലാസ്, ബോണറ്റ് റീപ്ലേസ്, വേറെ പാനൽ, റേഡിയേറ്റർ, ചേസിൽ എന്തെങ്കിലും ഉണ്ടോ? നമ്മളെ കണ്ടില്ല. കമ്പനി ഹിസ്റ്ററി നോക്കി കഴിഞ്ഞാൽ കറക്റ്റ് എന്താണെന്നുള്ള അറിയാമല്ലേ? ഹിസ്റ്ററി ഉണ്ടോന്ന് നമുക്ക് കറക്റ്റ് പറയാൻ പറ്റൂല. ഓക്കെ. പഴയ വണ്ടിയാണല്ലോ. 10-11 വണ്ടിയല്ലേ? മെക്കാനിക് ഫുള്ളാണ്. നമുക്ക് നോക്കാനുള്ളത് ക്ലിയർ ആണ്. റണ്ണിങ്ങിൽ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ? ഇല്ല, അങ്ങനെ കാര്യമായിട്ട് പ്രശ്നമാണ്. ഓക്കെ. റേറ്റ് എത്ര ചോദിക്കുന്നത്? 2010-11 വാഗണർ 1.85 ഓക്കെ. അപ്പം ലോണൊക്കെ എത്ര പറയാൻ പറ്റുന്നുണ്ടോ? ലോൺ നമുക്ക് 1 രൂപ വരെ ചെയ്യാം. ശരി. ലോ ബഡ്ജറ്റ് പോളോ ആണ്. പെട്രോൾ ആണോ ഡീസലാണോ? ഡീസലാണ്. ഡീസൽ ലോ ബഡ്ജറ്റ് പോളോ എങ്ങനെയാ കാര്യങ്ങള്? ഇതാണെങ്കിൽ 2011 മോഡലാണ് വണ്ടി. കംഫർട്ട് ലൈനാണ് വണ്ടി വരുന്നത്. ഇത് കളർ ചെയ്താട്ടോ, റെഡ് കളർ അടിച്ചതാണ്. റെഡ് പോളോ മാറ്റിയിട്ട് ഈ കളർ ആക്കിയതാ? അതെ. ഓക്കെ. KL 56 കൊയിലാണ്ടി രജിസ്ട്രേഷൻ ആണ്. കംഫർട്ട് ലൈൻ എന്നുള്ളത് മിഡിൽ ഓപ്ഷൻ ആണ്. ഡീസലിൽ വരുന്നുണ്ടാവുക. ഡ്യുവൽ എയർ ബാഗ് ഇല്ല. 11 എയർ ബാഗ് വന്നിട്ടില്ല. AC പവർ സ്റ്റിയറിംഗ്, 4 ഡോർ പവർ വിൻഡോസ് ഉണ്ടാവുക. പോളോ 2011. കിലോമീറ്റർ എത്ര ഓടിയിട്ടുണ്ടാവും? കിലോമീറ്റർ 1 സംതിങ് ഓടിക്കണം. ഓക്കെ. ഇതാണ് ആവശ്യപ്പെടുന്നത് 2.10. 2.10 2011. 2011 പോളോ ഡീസൽ, കംഫർട്ട് ലൈൻ, ലോ ബഡ്ജറ്റിൽ. ഇൻഷുറൻസിലും RC-ലൊക്കെ ഈ കളർ മാറ്റിയതല്ലേ? RC-ൽ മാറ്റേണ്ട മാറ്റി കൊടുക്കാൻ പറ്റും. എത്ര പറയാൻ വേണ്ടി പറ്റുന്നുണ്ടോ? ലോൺ എന്തായാലും ചെയ്യാൻ ഒരു 1.5 അറേഞ്ച് ചെയ്യാം. 1.5 റേഞ്ചിൽ ലോൺ കിട്ടുന്നുണ്ടോ? ഇയോണിന് മാഗ്ന പ്ലസ് ആണ്. ഇനി മാറൂ? ഇല്ല. മാഗ്ന പ്ലസ് അല്ല, മാഗ്ന പ്ലസ് സോറി, മാഗ്ന പ്ലസ് ഇയോണ്. ആഫ്റ്റർ മാർക്കറ്റ് കിടിലം പോലത്തെ എല്ലാം ചെയ്തിട്ടുണ്ട്. കളർ അടിച്ചതാണ്. ബ്ലാക്ക് റീപെയിന്റ് നല്ലപോലെ സൈഡ് നോക്കുന്നേരം തന്നെ മനസ്സിലാവുന്നുണ്ടായിരുന്നു. നല്ല വണ്ടി. അല്ല, മൊത്തത്തിൽ ഒരു എന്തൊരു ആനച്ചന്ത ഉണ്ട് വണ്ടി. ചെയ്താണ്. ആണല്ലേ? വൈറ്റിനെ ബ്ലാക്ക് ആക്കിയാണ്. നമ്മളെപ്പോഴും ബ്ലാക്കിനോടല്ല താല്പര്യം. അത്രേ ഉള്ളൂ. മാഗ്ന പ്ലസ് ആണ്. AC പവർ സ്റ്റിയറിംഗ്, ഫ്രണ്ട് ടു ഡോർ പവർ വിൻഡോസ് ആയിരിക്കും ഫീച്ചർ ആയിട്ട് വരുന്നുണ്ട്. ഗിയർ നോബ് മാറ്റിയിട്ടുണ്ട്. പേരിനാണ് 800 cc ആണ്. 1000 cc ആണ്. 1000 cc മോഡൽ 2012 14-15 രജിസ്റ്റർ ഉള്ള വണ്ടി. അലേവില് കാര്യങ്ങളൊക്കെ എക്സ്ട്രാ ചെയ്തിരിക്കണ്. നല്ല വണ്ടി, നല്ല മെക്കാനിക്കൊക്കെ ഫുൾ ആണ്. ഓക്കെ. എത്ര റേറ്റ് എത്ര 14-15 ആവശ്യപ്പെടുന്നത് 2.20. 2.20 ആണ്. പക്ഷെ അതിനുള്ള മോഡിഫിക്കേഷൻ വണ്ടിന്റെ മുകളിൽ തന്നെ കാണുന്നുണ്ട്. അതിനാണ് വിലയും. കിലോമീറ്റർ ഒരുപാട് ഓടിയുണ്ടോ? കിലോമീറ്റർ 70,000 ഓടിയിട്ടുള്ളൂ. ഓക്കെ. ഓണർഷിപ്പ് സിംഗിൾ, സെക്കൻഡ്? ഫസ്റ്റ് ഓണർ. സിംഗിൾ ഓണർഷിപ്പ്. അടുത്ത ഇയോണാണ് 2012-14 മോഡല്. മാഗ്ന പ്ലസ് ആണ് വണ്ടി. നല്ല വണ്ടിയാണ്. ഫസ്റ്റ് ഓണർ വണ്ടിയാണ്. കിലോമീറ്റർ എത്ര ഓടിയുണ്ടോ? സോറി, ഫസ്റ്റ് അല്ല, സെക്കൻഡ് ആണ്. കിലോമീറ്റർ ഓടിക്കുന്നത് 1 ഉള്ളിലാണ് ഓടിക്കണേ. ഓക്കെ. ഇത് നമ്മൾ ആവശ്യപ്പെടുന്ന 1.85. 2014 മോഡല് മാഗ്ന പ്ലസ്. കാര്യമായിട്ട് റീപ്ലേസ് എന്തെങ്കിലും പ്രത്യേക മേജറായിട്ട് ആക്സിഡന്റ് കാര്യങ്ങളൊന്നും ഇല്ല. 1.25 മുകളിൽ എന്തായാലും 2 ലക്ഷം ആ റേഞ്ചിൽ ലോൺ കിട്ടില്ല? 1.25 മുതൽ 2 ലക്ഷം റേഞ്ചിൽ. 1.25 ലോൺ ചെയ്യും. ഓക്കെ. അടുത്തത് 2013 അൾട്ടണ്ണൂർ ആണ്. LXI ആണോ VXI ആണോ? LXI ഫസ്റ്റ് ഓണർ വണ്ടിയാണ്. ഇതാണ് നമ്മൾ ആവശ്യപ്പെടുന്നത് 1.95. 1.90 ഫൈനായിട്ട്.
ഓക്കെ. ആക്സിഡന്റ് കാര്യങ്ങളൊന്നും ഇല്ലാത്ത വണ്ടിയാണ്. 2013 ഓൾട്ടോ അല്ലേ? കിലോമീറ്റർ എത്ര ഓടിയിട്ടുണ്ടാവും? കിലോമീറ്റർ ഓടിക്കണത് 60,000. 60,000 റേഞ്ചിൽ ഓടിയിട്ടുണ്ട്. സിംഗിൾ ഓണർഷിപ്പ് ആണോ സെക്കൻഡ് ഓണർഷിപ്പ് ആണോ? ഫസ്റ്റ് ഓണർ വണ്ടിയാണ്. സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്. റീപ്ലേസ് ഒന്നും ഇല്ലെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ആക്സിഡന്റ് കാര്യങ്ങളൊന്നും ഇല്ലാത്ത വണ്ടി. ഓക്കെ. ലോണൊക്കെ എത്ര കിട്ടുന്നുണ്ട്? 1.5 മുകളിൽ കിട്ടുമോ? 1.5 അടുത്ത് നമ്മൾ ചെയ്തോ. ഓക്കെ. അടുത്തത് 2017 മോഡലാണ് 800. ഇതാണെങ്കിൽ 2.40 കൊടുക്കാൻ പറ്റും. 2.40 അടുത്തുമ്പോൾ ലോൺ ചേഞ്ച് ചെയ്യാം, ബാങ്ക് ലോൺ. 2017 മോഡൽ. റീപ്ലേസ് എന്തെങ്കിലും ഉണ്ടോ? റീപ്ലേസ്മെന്റ് ഗ്ലാസ് ഫ്രണ്ട് ഗ്ലാസ് മാറി. ഓക്കെ. വില ഇനി കുറയോ? എല്ലാം ചെറിയ മാറ്റം വരുത്തി കൊടുക്കാണ്ട്. കിലോമീറ്റർ എത്ര ഓടിയിട്ടുണ്ടാവും? കിലോമീറ്റർ ഓടിക്കണേ 80,000 ഒക്കെ. സിംഗിൾ ഓണർഷിപ്പ് ആണ്? സെക്കൻഡ് ആണ്. സെക്കൻഡ് ഓണർഷിപ്പ് ആണ്. നല്ല വണ്ടിയാണോ? നല്ല വണ്ടി. ഓക്കെ. അടുത്തത് 2019 ആണോ 20 ആണോ? അത് 19-20 രജിസ്റ്റർ ഉള്ള വണ്ടിയാണ്. ഓക്കെ. ഫേസ് ലിഫ്റ്റഡ് ആണ്. ഗ്രില്ല് കാര്യങ്ങളൊക്കെ മാറിയിട്ടുണ്ട്. അലേവില് കാര്യങ്ങളൊക്കെ വരുന്ന വണ്ടിയാണ്. 19-20 എന്ന് പറയുന്ന എയർ ബാഗ് വരൂലേ? എയർ ബാഗ് വരും. LSI ആണോ VXI ആണോ? VX6 ആണ് വരിക. VX6 ആണ്. പക്ഷേ 2019 നിയമപ്രകാരം എയർ ബാഗ് വരുന്നുണ്ട്. ഒരു എയർ ബാഗ് ഉള്ളത്. അപ്പം LSI ഉള്ളത് AC പോർഷൻ, ഫ്രണ്ട് 2 ഡോർ പവർ വിൻഡോസ്, അതിന്റെ കൂടെ തന്നെ എയർ ബാഗും വരുന്നുണ്ടാവും. കിലോമീറ്റർ എത്ര ഓടിയിട്ടുണ്ട്? കിലോമീറ്റർ ഓടിക്കണ 50,000 കിലോമീറ്റർ. 50,000. ഓക്കെ. റീപ്ലേസ് ഒന്നും ഇല്ലല്ലോ? ഇല്ല, റീപ്ലേസ്മെന്റ്. റേറ്റ് എത്രയാ? 3.25. 3.25. 3 ലക്ഷം റുപ്യ അടുത്ത് നമുക്ക് ലോൺ ചെയ്യാം ബാങ്കിലാണ്. ഓക്കെ. ഹോണ്ട ജാസ് അല്ല, ഹോണ്ട ബ്രയോ വീഡിയോ മോഡൽ ഏതാ? 2014-15 രജിസ്റ്റർ ഉള്ള വണ്ടിയാണ്. വണ്ടി റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും ഇല്ല. ഫസ്റ്റ് ഓണർ വണ്ടിയാണ്. 75,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 75,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഹോണ്ടന്റെ 1.2 ലിറ്റർ എഞ്ചിനാണ്. 13-15 ഒക്കെ മൈലേജ് കിട്ടുന്നുണ്ടാവും. 75 1 ലക്ഷം വലിയൊരു കിലോമീറ്റർ ഒന്നും അല്ല വണ്ടിനെ സംബന്ധിച്ചിടത്തോളം. വേരിയന്റ് ഏതാ വരുന്നത്? V ആണോ S ആണോ? VX ആണ്. VX എന്നുള്ളത് അന്ന് ഇറങ്ങിയിട്ടുള്ള ഫുൾ ഓപ്ഷൻ അല്ല? ഏറ്റവും ഫുൾ വണ്ടിയാണ്. ഏറ്റവും ഫുൾ ഓപ്ഷൻ ആണ്. എയർ ബാഗ് വരുന്നുണ്ടാവും. അതേപോലെ തന്നെ സ്റ്റിയറിംഗ് കൺട്രോൾസും ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് AC വരുന്നില്ലെന്നേ ഉള്ളൂ. എല്ലാ വീൽസും കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. ഇത് ശരിക്കും നമ്മൾ മുന്നത്തെ വീഡിയോയിൽ കാണിച്ച വണ്ടി നമ്മളെ ടീമിന്, കണ്ണൂരിലുള്ള ടീമിനെ ഞങ്ങളെ വീഡിയോ കണ്ടിട്ട് ലോണിന് കൊടുത്ത് ലാസ്റ്റ് പ്രശ്നത്തിൽ പൊട്ടി. ചെറിയ വാല്യൂഷനിൽ പൊട്ടി. ഓക്കെ. നമുക്ക് വേറെ ഇവർക്ക് വേണ്ടി പെൻഡിങ്ങിനിടും. നമുക്ക് കൂടുതൽ വണ്ടികളും അങ്ങനെ തന്നെ വരില്ല. ടോക്കൺ കഴിഞ്ഞാൽ പിന്നെ പെൻഡിങ്ങിനിടും. ഇപ്പോൾ റേറ്റ് എത്രയായിരുന്നു നമ്മൾ പറയുന്നത്? നമ്മൾ ആവശ്യപ്പെടുന്ന 3.35. 3.35. 2014-15 ഹോണ്ട ജാസ് ആണ്, അല്ല ഹോണ്ട ബ്രയോ ആണ്. എന്തായാലും 3 റുപ്യ അടുത്ത് നമുക്ക് ലോൺ ചെയ്യാം. ഓക്കെ. മാരുതിയുടെ റിയൽ SUV ഡീറ്റെയിൽ എങ്ങനെയാ? ഇത് 2019 VX പ്ലസ് ആണ്. VXI പ്ലസ്. VXI പ്ലസ് എന്ന് പറഞ്ഞാൽ അന്നത്തെ ഏറ്റവും ഫുൾ ഓപ്ഷൻ ആണ്. 2 എയർ ബാഗ്, 70,000 ഓടിക്കണ ഫുൾ കമ്പനി സർവീസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഫസ്റ്റ് ഓണർ വണ്ടിയാണ്. ഓക്കെ. 2 എയർ ബാഗ് വരുന്നുണ്ടാവും. ഫ്രണ്ട് 2 പവർ വിൻഡോസ് വരുന്നുണ്ടാവും. സ്റ്റിയറിംഗ് കൺട്രോൾസ് വരുന്നുണ്ടാവും. പിന്നെ എത്രയ്ക്കായിരിക്കും ബേസിക് ആയിട്ടുള്ള ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ AC പോർഷൻ, 4 ഡോർ പവർ വിൻഡോസ് ഉണ്ടാവും. ടയേഴ്സ് അത്യാവശ്യം കാണുന്നുണ്ട്. റീപ്ലേസ്മെന്റ് ആക്സിഡന്റ് ഹിസ്റ്ററി എന്തെങ്കിലും പറയത്തക്ക രീതിയിൽ ഡോർ മാറി. ഓക്കെ. അപ്പോൾ 2019 VXI പ്ലസ് എക്സ്പ്രസോ റേറ്റ് എത്ര വരുന്നത്? ഇതാണെങ്കിൽ 3.80 വരുന്നത്. എന്തായാലും 3 റുപ്യ 3.60 ലോൺ ചെയ്യണം. ഓക്കെ. നേരെ എടുക്കുന്ന നിലവിൽ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ. വണ്ടി സൂപ്പർ വണ്ടിയാണ്. കമ്പനി ഹിസ്റ്ററിയുള്ള വണ്ടിയാണ്. ഓക്കെ. ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ ഉള്ള KL 44 ആണ് രജിസ്ട്രേഷൻ. സിംഗിൾ ഓണർഷിപ്പ് ആണല്ലേ? ഫസ്റ്റ് ഓണർ. ഓക്കെ. അതെ. സണ്ണിയാണ്. 2012 മോഡലാണ്. വേരിയന്റ് ഏതാണ്? XL XV? ഏറ്റവും ഫുൾ ലോഡ് വണ്ടി. ഓക്കെ. ബട്ടർ സ്റ്റാർട്ടിങ് കാര്യങ്ങൾ, എയർ ബാഗ് എല്ലാം വരുന്നതാണ്. ഡീസൽ അല്ലേ? ഡീസലാണ്. 20ന്റെ പുറത്ത് മൈലേജ് കിട്ടുന്നുണ്ടാവും. കപ്പലാണ്. നല്ല പോലെ ആൾക്കാർക്ക് ഇരുന്ന് പോകാൻ പറ്റും. നിങ്ങളെ സൈസുള്ള ആൾക്കാരാണെങ്കിലും 3 ആൾക്കാർക്ക് 4 ആൾക്കാർക്ക് ഇരിക്കാം. നിങ്ങളെ സൈസിൽ പോകില്ല. അല്ല, എന്റെ സൈസ് നമ്മളെ 2 സൈസിൽ. അത് പറയുമ്പോ രസമാണ്. ശരി. അപ്പൊ മൈക്ര 2012 മോഡല് HV പ്രീമിയം. റേറ്റ് എത്ര വയ്ക്കുന്നത്? ഇത് നമ്മൾ ആവശ്യപ്പെടുന്നത് 2.85. 2.85 ആണ്. എന്തെങ്കിലും റീപ്ലേസ്മെന്റ് അല്ലെങ്കിൽ ആക്സിഡന്റ് കാര്യങ്ങളൊന്നും ഒന്നുമില്ല? ഒറിജിനൽ കേരള വണ്ടി തന്നെയാണ്. സർവീസ് ഉള്ള വണ്ടിയാണോ അല്ലെങ്കിൽ കമ്പനി സർവീസ്? നോക്കണം. ഓക്കെ. ലോണൊക്കെ എന്തായാലും 2.5 മുകളിൽ കയറൂലേ? 2.5 ഉള്ളിൽ കണ്ടു ചെയ്യാം. വീണ്ടും 2012 മൈക്ര തന്നെയാണ്. ഐ മീൻ നിസാൻ സണ്ണി തന്നെയാണ്. XV ആണോ XL ആണോ? അത് XV ആണ്. കോഴിക്കോട് രജിസ്ട്രേഷൻ വണ്ടിയാണ്. ഓണർഷിപ്പ് എത്രയാ? സെക്കൻഡിലേക്ക് എടുക്കുന്നുണ്ട്. ഓക്കെ. കിലോമീറ്റർ എത്ര ഓടിയിട്ടുണ്ടാവും? കിലോമീറ്റർ ഓടിക്കുന്നത് 1 സംതിങ് ഓടിക്കണേ. നല്ല വണ്ടിയാണ്. നല്ല മെക്കാനിക്കൽ ഫുൾ കണ്ടീഷനുള്ള വണ്ടി. മുന്നേ പറഞ്ഞ പോലെ തന്നെ ഡീസൽ അതിനെ കൊണ്ട് 22-23 ഒക്കെ എന്തായാലും മൈലേജ് കിട്ടുന്നുണ്ടാവും. ബാക്കത്തെ റോ നമ്മളെ 2 ആളി സൈസുള്ള കുറെ ആൾക്കാർക്ക് ഇരിക്കാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. ഒരു സമാധാനമില്ലേ? അപ്പോ നമ്മളെ ക്യാമറക്കാർ ആളെ സൈസ് ആണെങ്കിൽ 4ന്റെ പുറത്ത് ആൾക്കാർ എന്തായാലും ഇതിനകത്ത് കയറും. അപ്പം മൈക്ര ഐ മീൻ സണ്ണി എത്ര ഉണ്ട്? സണ്ണി ഇതാണെങ്കിൽ നമുക്കൊരു 3 ലക്ഷം രൂപ. 3 ലക്ഷം. റേറ്റ് വ്യത്യാസം എന്താ വരുന്നത്?
നമുക്ക് എടുക്കണ വിലയിലോട്ട് മാറ്റം വന്നു. ഓക്കെ. റാഫിക, മാരുതിയുടെ സ്വിഫ്റ്റ് ആണ്, KL 59, തളിപ്പറമ്പ് രജിസ്ട്രേഷൻ ആണ്. ഡീറ്റെയിൽ എങ്ങനെയാ? 2012 മോഡലാണ്, ഡീസലാണ്, VDI ഓപ്ഷനാണ് വണ്ടിയാണ്. VDI അല്ല, VDI ഓപ്ഷൻ അല്ലേ? കിലോമീറ്റർ എത്ര ഓടിയിട്ടുണ്ടാവും? കിലോമീറ്റർ ഓടിക്കുന്നത് 1:30, അല്ല 1:20, 1:10 സർവീസ് ഉണ്ട്, കമ്പനി സർവീസ്. ഓക്കെ. അപ്പൊ ഇനി എടുക്കുന്ന ആൾ ഒരു 10 കിലോമീറ്റർ സർവീസ് എടുക്കാണ്ടാവും. റീപ്ലേസ്മെന്റ് എന്തെങ്കിലും ആക്സിഡന്റ് കാര്യങ്ങളൊന്നും ഇല്ല. ഓക്കെ. നമ്മൾ ആവശ്യപ്പെടുന്ന 3:25, 3:20 ഫൈനലിട്ട് കൊടുക്കണം. ഓക്കെ. മാരുതി സ്വിഫ്റ്റ് പുതിയ വണ്ടിക്ക് 780 VSIക്ക് വരുന്നുള്ളൂ. പക്ഷെ അത് VSI ആണ്, ഡീസൽ അല്ല. ഡീസലിന് ഇപ്പോഴും മാർക്കറ്റ് ഉണ്ട്, ഷിഫ്റ്റ് എപ്പോഴും മാർക്കറ്റ് ഉണ്ട്. പക്ഷെ എന്താ പറയുക, 10 വർഷം 12 വർഷം പഴക്കം നമ്മൾ കാൺവേഴ്സിൽ കാണുന്ന നേരം മെയിൻ ആയിട്ടുള്ള വ്യത്യാസം അതാണ്. ഡീസൽ വണ്ടിക്ക് ആവശ്യക്കാരുള്ളതിനെ കൊണ്ട് ഇപ്പോഴും വില കൂടുന്നുണ്ട്. എവിടെ ഞാൻ കുറഞ്ഞു കണ്ടിട്ടില്ല. ലോണൊക്കെ 3ന്റെ അടുത്ത് എന്തായാലും കിട്ടില്ലേ? എന്തായാലും 1-2 മാരുതിയുടെ വാഗണർ ആണ്. മോഡൽ ഏതാ? 2015 മോഡലാണ് വണ്ടി. സെക്കൻഡ് ഓണർഷിപ്പ് ആകെ 50,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഓക്കെ. KL 71 രജിസ്ട്രേഷൻ ആണ്. ആക്സിഡന്റ് റീപ്ലേസ് എന്തെങ്കിലും പറയാൻ? ചെറിയ വർക്ക് എടുത്തുകയാണ് വണ്ടി. ഇത് നമ്മൾ മാക്സിമം ലോണിൽ കൊടുക്കാൻ പറ്റും. ഫുൾ ലോൺ കിട്ടുന്നുണ്ടാവും. ഒരു 2-3 ഉറുപ്പിക അടുത്ത് ലോണും ചെയ്യാം. ആ റേറ്റ് നമുക്ക് കൊടുക്കാം. നല്ല വണ്ടിയാണ്, ചെറിയൊരു വർക്ക് വന്നിട്ടുണ്ടെന്നുള്ളൂ, പറഞ്ഞിട്ട് കൊടുക്കുകയാണെന്നുള്ളൂ. എന്താ വർക്ക് എന്തായിരുന്നു? ഈ സൈഡ് പെൻഡറിന്റെ അവിടെ ചെറിയ വർക്ക്. ഗ്ലാസ് അപ്പുറത്തെ സൈഡ് ഭാഗം ഉണ്ടല്ലോ, അവിടെ വർക്ക് തന്നിട്ട് ഗ്ലാസ് കാര്യങ്ങളൊന്നും മാറിയിട്ടില്ല. സെക്കൻഡ് ഓണർഷിപ്പ് വണ്ടിയാണ്. ആകെ 50,000 കിലോമീറ്റർ വണ്ടി ഓടിക്കും. വർക്ക് എടുത്തിട്ട് കുറെ കാലം ഉണ്ടാവും. അന്ന് ഷോറൂമിൽ ഇറങ്ങുമ്പോൾ തന്നെ അവിടുത്തെ ചെറിയ സംഭവം അങ്ങനെ ടെസ്റ്റ് ചെയ്തിരിക്കുന്നല്ലേ? സോറി, 15 വാഗണർ VXI ആണ്. ഇത് 3 ഉറുപ്പിയാണ് ആവശ്യപ്പെടുന്നത്. ഓക്കെ. ആ 3 ഉറുപ്പിക ലോണ് ഫുൾ ലോൺ ആവശ്യപ്പെടുന്നവർക്ക് ഫുൾ ലോൺ ആയിട്ട് കൊടുക്കാൻ പറ്റും. i20 2014 വണ്ടി, മാഗ്നയാണ് വണ്ടി. പെട്രോൾ ആണോ ഡീസൽ ആണോ? ഡീസലാണ്. 1.4 ലിറ്റർ ഡീസൽ എഞ്ചിന്, 20 അടുത്ത് മൈലേജ് ഉണ്ടാവും. സെക്കൻഡ് ഓണർഷിപ്പ് ആണ് വണ്ടി. കിലോമീറ്റർ എത്ര ഉണ്ടാവും? കിലോമീറ്റർ ഓടിക്കുന്നത് 1 ലക്ഷം കിലോമീറ്റർ. കമ്പനി ഹിസ്റ്ററി ഉള്ള വണ്ടിയാണോ? ഏകദേശം ഹിസ്റ്ററിയൊക്കെ ഉള്ള വണ്ടിയാണ്. പോളിഷും കാര്യങ്ങളൊക്കെ ചെയ്യാണ്ട് തന്നെ ഉൾപ്പെടുത്താൻ വേണ്ടി ചെയ്ത് കൊടുക്കാം. AC പവർ സ്റ്റിയറിംഗ്, അതേപോലെ തന്നെ സ്റ്റിയറിംഗ് കൺട്രോൾസ് ആയിരിക്കും വരുന്നുണ്ടാവും. എയർ ബാഗ് വരുന്നില്ലല്ലോ? 14 എയർ ബാഗ് വരുന്നില്ല. മാഗ്ന ഓപ്ഷൻ ആണോ? മാഗ്നയാണോ? മാഗ്നയാണ്. റേറ്റ് എത്ര വയ്ക്കുന്നത് 14 മാഗ്നയ്ക്ക്? ഇതാണ് നമുക്ക് ആവശ്യപ്പെടുന്നത് 4 ലക്ഷം രൂപ. 4 ലക്ഷം രൂപയാണ്. ഡീസലാണ്. നിലവിൽ ഇഞ്ചക്ടർ, ടർബോ അങ്ങനത്തെ നല്ല മെക്കാനിക് ഒക്കെ ഉള്ള വണ്ടിയാണ്. കലാപരിപാടികളൊന്നുമില്ല. എടുക്കുന്ന വേറെ വർക്ക് കാര്യങ്ങൾ എന്തെങ്കിലും നിലവിലുണ്ടാവും? വർക്ക് ചെയ്യാൻ പോളിഷ് കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്ത് കൊടുക്കാം. ലോൺ എന്തായാലും നമുക്കൊരു 3.5 ഉറുപ്പിക നമുക്കൊക്കെ ചെയ്ത് കൊടുക്കാം. ട്രാഫിക് അടുത്തത് i20 2016 മോഡലാണ്. മാഗ്ന പ്ലസ് ആണ് വരുന്നത്. പെട്രോൾ ആണോ ഡീസലാണോ? ഡീസലാണ്. ഡീസൽ മാഗ്ന പ്ലസ് 2016 മോഡൽ. കിലോമീറ്റർ എത്രയുണ്ട്? ഇത് കിലോമീറ്റർ ഓടിക്കണം 1 സംതിങ് ഓടിക്കണം. ഫുള്ള് കമ്പനി സർവീസ് കാര്യങ്ങളൊക്കെ ഉള്ള ഫസ്റ്റ് ഓണർ വണ്ടിയാണ്. മാഗ്ന പ്ലസ് അതിനെ കൊണ്ടാണ് 2 എയർ ബാഗ് എക്സ്ട്രാ വരുന്നത് അല്ലേ? നമ്മൾ മുന്നേ മാഗ്ന കണ്ടപ്പോൾ അതിന് എയർ ബാഗ് വന്നിട്ടുണ്ടായിരുന്നില്ല. അല്ല, 14 എയർ ബാഗ് വരുന്നില്ല, മാഗ്നയിൽ വരുന്നില്ല എന്നുള്ളത്. സ്റ്റിയറിംഗ് കൺട്രോൾസ് വരുന്നുണ്ടോ? പിന്നെ AC പവർ സ്റ്റിയറിംഗ്, 4 ഡോർ പവർ വിൻഡോസ് ആണ് വരുന്നത്. Elite 820 2016 മാഗ്ന. റേറ്റ് എത്ര ചോദിക്കുന്നത്? നമ്മൾ ആവശ്യപ്പെടുന്നത് 4,70,000 രൂപയാണ്. 470 ആണ് ചോദിക്കുന്ന റേറ്റ്. ഫുൾ ലോൺ കൊടുക്കാൻ പറ്റിയ വണ്ടി. ഓക്കെ. റീപ്ലേസ് എന്തെങ്കിലും പറയത്ത രീതിയിലുണ്ടോ? ആക്സിഡന്റ് കാര്യങ്ങളൊന്നുമില്ല, ഫുൾ ക്ലിയർ ആണ്. സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്. പക്ക. 2016 ഇത്യോസ് ആണ്. റീ വണ്ടിയാണ്. റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ഗ്ലാസ് ചെറിയ പൊട്ടുണ്ട്, നമുക്ക് റെഡി ആക്കി കൊടുക്കാം. അങ്ങനെ GD എന്നുള്ള വേരിയന്റ് ആണ്. 4 ഡോർ പവർ വിൻഡോസ് ഉള്ളൂ. GD SP വരുന്നുണ്ട്. അപ്പൊ എയർ ബാഗും വരുന്നുണ്ടാവും അല്ലേ? എയർ ബാഗ് 2 എണ്ണം വരിക. അതെ, 2 എയർ ബാഗ് വരുന്നുണ്ടാവും. ചെറിയൊരു LCD സ്ക്രീന് ബാക്കിൽ ബാക്ക് ക്യാമറന്റെ കൂടെ തന്നെ ചെയ്തിട്ടുണ്ട്. വണ്ടി നിലവിലുള്ള കണ്ടീഷൻ എന്താ? റീവണ്ടിയാണ്, അതിനെ കൊണ്ട് ചോദിക്കുകയാണ്. നല്ല കണ്ടീഷൻ. 1:20 ഓടിക്കണ്. നല്ല മെക്കാനിക്കൊക്കെ അത്യാവശ്യം നല്ല കണ്ടീഷനിലാണ്. റേറ്റ് എത്ര വയ്ക്കുന്നത് 2016? ഇതാണെങ്കിൽ 4.3. 25,000 രൂപ മുടക്കിലൊക്കെ വണ്ടി ഇറക്കി കൊടുക്കാം. മാരുതിയുടെ സിയാസ് ആണ്. അതെ. ഡീസലാണോ പെട്രോൾ ആണോ? ഡീസലാണ്. 2015 മോഡൽ VDI പ്ലസ് ആണ്. VDI പ്ലസ് എന്നുള്ള മിഡിൽ ഓപ്ഷൻ ഡീസൽ. ഫിയാറ്റിന്റെ എഞ്ചിൻ തന്നെ ആയിരിക്കും വരുന്നുണ്ടാവുക. പിന്നെ കിലോമീറ്റർ എത്ര ഓടിയിട്ടുണ്ടാവും? കിലോമീറ്റർ ഓടിക്കണ 1 സംതിങ് ഓടിക്കണേ. നല്ല അല്ല, സോറി, 50,000 കിലോമീറ്റർ വണ്ടി ഓടിക്കും. ആകെ 80,000 ഓടിയിട്ടുള്ളൂ. കമ്പനി ഹിസ്റ്ററി ഉള്ള വണ്ടിയാണ്. റീപ്ലേസ് കാര്യമായിട്ട് എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, റീപ്ലേസ്മെന്റ് ഇല്ല. ഓണർഷിപ്പ് എത്ര? ഓണർഷിപ്പ് സെക്കൻഡിലേക്ക് എടുക്കുന്നുണ്ട്. സെക്കൻഡിലേക്ക് ആയിട്ടുണ്ട്. 15 VDI പ്ലസ് 80,000 കിലോമീറ്റർ. റേറ്റ് എത്ര ചോദിക്കുന്നത്? 4.80. ലോണൊക്കെ എത്ര പറയാൻ പറ്റുന്നുണ്ടോ? ലോൺ എന്തായാലും ഒരു 4 ലക്ഷം രൂപ മേലേക്ക് ചെയ്യാം. 4 മോഡ് ലോൺ കിട്ടുന്നുണ്ടോ? പിന്നെ ഡബിൾ എയർ ബാഗ് വരുന്നുണ്ട്. എയർ ബാഗ് ചെക്ക് ചെയ്യുക കാര്യങ്ങളൊന്നും വന്നിട്ടൊന്നുമില്ലല്ലോ? ഇല്ല, അങ്ങനെ മേജർ ആയിട്ടൊന്നും ഇല്ല. ഇന്റീരിയർ അത്യാവശ്യം വൃത്തി കാണുന്നുണ്ട്. എല്ലാ ഭാഗവും വൃത്തിയാണ്. ഏറ്റവും ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് ആൽഫ. ഡീസൽ എന്ന് പറയുന്ന നേരം നല്ല വില ഉണ്ടാവുമോ? അങ്ങനെ വില ഒന്നുമില്ല. ഇതിന് ചെറിയ റീപ്ലേസ്മെന്റ് ഉണ്ട്. ഓക്കെ.
ഡോറ് മാറിയിക്കണേ, 2 ഡോറ് കമ്പനി ഹിസ്റ്ററിയിൽ നിന്ന് മാറിയിക്കണേ. അത് ക്ലെയിം ആയതാണോ അല്ലെങ്കിൽ അല്ല, അവര് വണ്ടി എന്താ ലോഡ് കൊണ്ടുവരുമ്പോ സ്ക്രാച്ച് വീണപ്പോ ഇൻഷുറൻസ് ക്ലെയിം പോകുന്നതിനും അങ്ങനെ എടുത്താണ്. റീപ്ലേസ് പറയുള്ളൂ കമ്പനി. ഫസ്റ്റ് ഓണർ വണ്ടിയാണ്, 1,00,000 കിലോമീറ്റർ ഉള്ള കമ്പനി സർവീസ് കാര്യങ്ങളൊക്കെ ഹിസ്റ്ററൊക്കെ ഉള്ള വണ്ടിയാണ്. പുഷ് ബട്ടൺ സ്റ്റാർട്ട്, എയർ ബാഗ്, സ്റ്റിയറിംഗ് കൺട്രോൾസ്, കമ്പനി എല്ലാ വീൽസ് മുതൽ ഒരു എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ടാവും. പിന്നെ ഇപ്പൊ നമ്മൾ 2-3 വണ്ടി കണ്ടപ്പോഴൊക്കെ അതിന്റെ LCD സ്ക്രീൻ ഒക്കെ ആഫ്റ്റർ മാർക്കറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൽ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഇല്ല, ഇതിലൊന്നുമില്ല, കമ്പനി സ്റ്റോക്ക് തന്നെയുള്ളത്. എത്ര ചോദിക്കുന്നത്? 2018 അല്ലേ പറഞ്ഞത്? 2018 ബലേനോ. ഇത് നമുക്ക് 6:30 ആവശ്യപ്പെടുന്നത്, 6 ലക്ഷം റീപ്ലേസ് ഉള്ളതിനെ കൊണ്ടുള്ള ഒരു റേറ്റ് വ്യത്യാസം. സാധാരണ ഇത്രല്ല വരിക. അത് തന്നെ പറഞ്ഞത് 7 സംതിങ് കിട്ടുന്ന വണ്ടിയാണ്. എന്തായാലും 6 ലോണിന് കിട്ടണം. ഞാൻ വേറെ കാര്യം ചോദിച്ചോളൂ. അപ്പം ക്ലെയിം ആണെന്ന് പറഞ്ഞിട്ടുണ്ട്, എങ്കിൽ കൂടെ ചോദിക്കണം, സ്ട്രക്ചറിലേക്ക് ഒന്നും എത്തിയിട്ടൊന്നുമില്ലല്ലോ? ഇല്ലല്ല, അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. ഡോർ മാത്രം മാറ്റിയിട്ടുള്ളൂ. അങ്ങനത്തെ പ്രശ്നങ്ങളുള്ളൂ. അപ്രോണും കാര്യങ്ങളൊന്നും വർക്കും കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല. ഓക്കെ, ഫസ്റ്റ് ഓണർ വണ്ടി തന്നെയാണ്. ബ്ലാക്ക് ഉണ്ടെങ്കിൽ 7 ലക്ഷം പേരെ കിട്ടും പറഞ്ഞത്. ഡീസൽ വണ്ടി നിർത്തിയതിനെ കൊണ്ടുള്ള ഒരു ഡിമാൻഡ് കൂടുതലുണ്ട്. മാരുതിയുടെ വണ്ടി പ്രത്യേകിച്ചിട്ട് അത്യാവശ്യം മൈലേജും കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടികളാണ്. പിന്നെ ആൽഫ എന്ന് പറയുന്നത് ഏറ്റവും ഫുൾ ഓപ്ഷൻ ആണ്. ഡെൽറ്റ സീറ്റ് കാണുന്നതിനേക്കാൾ നല്ല വില വ്യത്യാസം വരുന്നുണ്ട് പുതിയ വണ്ടിക്ക് പോലും. മാരുതിയുടെ സ്വിഫ്റ്റ് ആണ്, പെട്രോൾ ആണ്. അതെ, പെട്രോൾ ആണ്. ഡീസൽ എങ്ങനെയാ? 2018-19 രജിസ്റ്റർ ഉള്ള വണ്ടിയാണ്. ഓക്കെ, 80,000 കിലോമീറ്റർ വണ്ടി ഓടിക്കുള്ളൂ. ഫുൾ കമ്പനി സർവീസ് കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടിയാണ്. ഓണർഷിപ്പ് എത്രയാ? ഓണർഷിപ്പ് സെക്കൻഡിൽ എടുക്കുന്ന വണ്ടി. അങ്ങനെ മേജറായിട്ട് റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ല. നല്ല LCD കാര്യങ്ങൾ, എല്ലാ ഫിറ്റിംഗ്സ് ഉള്ള വണ്ടിയാണ്. നല്ല സീറ്റ് കവർ കാര്യങ്ങളൊക്കെ ചെയ്തതിന്. എയർ ബാഗ് പൊട്ടിച്ചു അങ്ങനത്തെ കലാപരിപാടി. റേറ്റ് എത്ര ചോദിക്കുന്നത്? 2018-19 സ്വിഫ്റ്റ് VXIക്ക് 580 ആവശ്യപ്പെടുന്നത്. ചെറിയ നീക്കുമ്പോൾ ചെയ്ത് കൊടുക്കാം നമുക്ക് വണ്ടി. റേറ്റ് കുറയുന്നുണ്ടോ? ലോണൊക്കെ എത്ര കിട്ടുന്നുണ്ടോ? ലോൺ എന്തായാലും ഒരു 5 റുപ്യന്റെ അടുത്ത് നമുക്ക് ചെയ്യും. ഇപ്പൊ നമ്മുടെ വീഡിയോയിൽ കാണിച്ചിട്ടുള്ള വണ്ടികളെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അറിയാൻ റാഫികളുടെ നമ്പർ കൊടുക്കുന്നുണ്ട്. വിളിച്ചാൽ കിട്ടൂലേ? കിട്ടും. കാരണം നമ്മളെ ഒപ്പമുള്ളവർ അത്രയും പെർഫെക്റ്റ് ആൾക്കാരാണ്. എപ്പോഴും എടുക്കാൻ ഫോൺ കഴിഞ്ഞ് രാത്രി 12 മണിക്ക് വിളിച്ചാൽ എടുക്കുന്ന ആൾക്കാരാണ്. ധൈര്യമായിട്ട് വിളിച്ചോളൂ. ഓക്കെ, പിന്നെ വാട്സാപ്പിൽ വിളിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വാട്സാപ്പിൽ കാറ്റലോഗും കാര്യങ്ങളൊക്കെ കിട്ടൂലേ? ചെയ്ത് കൊടുക്കാം. ചോദിക്കുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് ഫുള്ള് വണ്ടി ഇവിടെ വരുമ്പോൾ ആദ്യം തന്നെ വണ്ടി വിളിച്ചിട്ട് വരികയാണ് നല്ലത്. വണ്ടിയുടെ ഫുള്ള് ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് അവർക്ക് ഇഷ്ടപ്പെട്ട് കാര്യങ്ങൾ ഇവർ പറഞ്ഞു തരും. വിളിച്ച് വരികയാണ് ഏറ്റവും നല്ലത്. ഇനി അഥവാ വേറെ വണ്ടി നമ്മൾ ഇവിടുന്ന് വീഡിയോ ഇറങ്ങണ മുമ്പ് തന്നെ സെയിലാവാൻ പറയാൻ കഴിയില്ലല്ലോ. അപ്പൊ ആദ്യം വിളിച്ച് കൺഫേം ആക്കി വരികയാണ് നല്ലത്. ഓക്കെ, പിന്നെ അതേപോലെ തന്നെ നമ്മളെ ലോണും കാര്യങ്ങളൊക്കെ നിങ്ങൾ ഇവിടെ തന്നെ ചെയ്ത് കൊടുക്കുന്നുണ്ടോ? നമ്മൾ ചെയ്യാം. ഇവിടെ വന്ന് വണ്ടി ഓക്കെ ആയി ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാല് വണ്ടി മെക്കാനിക്കിനെ കാണിക്കാനുള്ള സൗകര്യം ഇവിടെ ചെക്ക് ചെയ്യാണ് ചെയ്തോട്ടെ. ഇവിടെ ഉള്ള ഈ അടുത്തുള്ള മെക്കാനിക്കൊക്കെ കൊണ്ട് നമ്മൾ ചെക്ക് ചെയ്യാം. നമ്മൾ എടുത്തുള്ള വർക്ക്ഷോപ്പിൽ കൊണ്ടുവന്ന് ചെക്ക് ചെയ്യാം. അല്ലെങ്കിൽ ആളെ കൊടുന്ന് ഇവിടെ വന്ന് നോക്കി ഇഷ്ടപ്പെട്ടിട്ട് മാത്രം അഡ്വാൻസ് ചെയ്യാം. നമ്മളിവിടെ വന്നിട്ട് നമ്മൾ ഫോണിൽ കൂടെ കൂടുതൽ അഡ്വാൻസ് വാങ്ങാറില്ല. ഇവിടെ വന്ന് ഓക്കെ ആണെങ്കിൽ മാത്രം അഡ്വാൻസ് വാങ്ങാറുള്ളൂ. നമ്മളിവിടെ വന്ന് വണ്ടി ഓക്കെ ആയില്ലെങ്കിൽ അവർക്ക് വിചാരിച്ച മാർക്കില്ലെങ്കിൽ നമ്മളവരെ പറ്റിക്കണ മാർക്കല്ലോ. അവർ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞപ്പോൾ പ്രശ്നം ചോദിക്കും. ഓക്കെ, അപ്പൊ ഇത്രയൊക്കെയാണ് നമ്മളെ വീഡിയോയിൽ പറയാനുള്ള. മറ്റൊരു വീഡിയോ കാണുമ്പോൾ സൈനിങ് ഓഫ്.